മിത്രങ്ങളെ, ഔറംഗസീബിനെ കടത്തിവിട്ടിരിക്കുന്നു മോദിജി. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഒന്ന് കൈയടിക്കണം കേട്ടോ. നിങ്ങൾ എപ്പോഴും പറയുന്നതല്ലേ ഔറംഗസീബ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള, അല്ല ഇന്ത്യ വേണ്ട, ഭാരതത്തിൽ ചെയ്തിട്ടുള്ള ക്രൂര കൃത്യങ്ങളെ കുറിച്ചിട്ട് അല്ലെ, ഭാരതത്തിലെ ഏറ്റവും മോശമായിട്ട് ഭരിച്ച ഭരണാധികാരി ഔറംഗസീബാന്ന് നിങ്ങളെ ജി എപ്പോഴും പറയുന്നതല്ലേ. ആ ജി, അതെ, നമ്മുടെ താടിജി, നമ്മുടെ വിശ്വഗുരു, നോൺ ബയോളജിക്കൽ ദൈവം ഇതാ കടത്തിവിട്ടിരിക്കുന്നു ഔറംഗസീബിനെ. എന്തിനാന്നായിരിക്കും അല്ലേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതെ, അത് തന്നെ. ഏകദേശം ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷം കൊണ്ട് ജി കമ്പനി, അതായത് മോദിജി വെട്ടിമാറ്റിയിട്ടുള്ള അമ്പലങ്ങളുടെ കണക്ക് 2400 കടന്നിരിക്കുന്നു. അതിനേക്കാൾ എത്രയോ താഴത്താണ് ഔറംഗസീബ് ഇവിടുന്ന് ഇല്ലാണ്ടാക്കിയിട്ടുള്ള അമ്പലങ്ങളുടെ കണക്ക് 1000-ൽ താഴെ മാത്രമാണ്. പക്ഷേ നമ്മുടെ മോദിജി കൈയടിച്ചോളൂ, 2400ഓളം അമ്പലങ്ങൾ പൊളിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ അമ്പലങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രതിഷ്ഠ എടുത്ത് വേറെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്ത് വേണം? ഹിന്ദുക്കളെ കൈയടിക്കൂ. ഔറംഗസീബിനെ കടത്തി വെട്ടിയിരിക്കുന്നു നമ്മുടെ മോദിജി. പൊളിയല്ലേ മോദിജി? എന്താണ് ആ താടി കണ്ട് പേടിയാണ് ആൾക്കാരുള്ള നാടാ നമ്മുടേത്. അപ്പം എന്താണ് ഇങ്ങനെ മോദി ചെയ്തുകൊണ്ടിരിക്കുന്നതില്ലേ? അതുകൊണ്ട് ഈ പൊളിച്ച് മാറ്റുന്നതിൻ്റെ ഇടയിൽ ലിംഗം വരെ പോകുന്നുണ്ട് എന്നാ കേട്ടത്. നമ്മൾ ഈ പള്ളിയുടെ ഒക്കെ മറ്റേ അസ്ഥിവാരം തോണ്ടിയിട്ട് ലിംഗം കണ്ടുപിടിക്കുന്ന ടീമാണ്. അതേ ടീമാണ് ഇപ്പുറത്തുനിന്ന് ലിംഗം വരെ പൊളിച്ചങ്ങിട്ട ആള്. എവിടുന്ന്? അമ്പലത്തിന്ന്. ശിവലിംഗം തന്നെ, വേറെ ഒന്നുമല്ല, നീ തെറ്റിദ്ധരിക്കണ്ട. ശിവലിംഗം വരെ പൊളിച്ച് കളഞ്ഞ് എറിയല്ലേ നമ്മള്. എന്തിനാണ്? ഡെവലപ്മെന്റ്, ഇന്ത്യയുടെ ഡെവലപ്മെന്റ് മുമ്പിൽ കണ്ടിട്ടാ. വെറുതൊന്നുമല്ല. നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ താജ് ഹോട്ടലുകളാണ് പണിയുന്നത്. എന്തിനാണ്? ആ സ്ഥലത്തോട്ട് വരുന്ന നമ്മുടെ സംഘി നേതാക്കൾക്കും അതല്ലെങ്കിൽ സംഘികളെ ആസനം താങ്ങി നടക്കുന്ന സ്വാമിജിമാർക്കും ഒക്കെ താമസിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ അങ്ങനെ മുറിച്ച് വിൽക്കുന്ന അംബാനി അദാനി പോലത്തെ വലിയ വലിയ ആൾക്കാർക്ക് വന്ന് തൊഴുതു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ താജ് ഹോട്ടലുകളാണ് പണിയുന്നത് ഈ സ്ഥലത്ത്. 1000-1500 വർഷങ്ങൾ പഴക്കമുള്ള അമ്പലങ്ങൾ പൊളിച്ച് വലിച്ചെറിഞ്ഞ് ലിംഗങ്ങളൊക്കെ പിഴുതെടുത്ത് എറിഞ്ഞിട്ട് നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത് ഹോട്ടലുകൾ, വലിയ വലിയ എന്താ പറയാ കോറിഡോറുകൾ. ഇതൊക്കെ രാജ്യത്തിന്റെ പൈതൃകമൊന്നുമില്ല. അത് സ്വന്തം സത്യം പറഞ്ഞാൽ ഈ പാരമ്പര്യം പോലും ഇല്ലാത്തൊരു പാർട്ടി ഭരിക്കുന്ന കാലം നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. പറയാൻ ഒരു പാരമ്പര്യം ഇല്ല, പറയാൻ ഒരു ഹിസ്റ്ററി ഇല്ലാത്ത പാർട്ടി ഭരിക്കുമ്പോൾ 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള അമ്പലത്തിന് പിന്നെ എന്ത് ഹിസ്റ്ററി, എന്ത് പാരമ്പര്യടോ, എന്ത് പൈതൃകം? അതൊന്നുമില്ല. ആകെ നമ്മൾ അങ്ങോട്ട് വലിച്ചെറിയാണ്. നമ്മളവിടെ കൊണ്ടിരുത്തുന്നത് വലിയ വലിയ കോർപ്പറേറ്റുകളെ. നമ്മുടെ ഇന്ത്യ വെട്ടി ഇങ്ങനെ കോർപ്പറേറ്റുകൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ചാണകിടുന്ന സംഖ്യകളോണ്ടാണ് പറയുന്നത്, നീയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, നീയൊക്കെ മണിയടിച്ച് തൊഴുത് പ്രാർത്ഥിച്ചു വന്ന ലിംഗങ്ങളും അതല്ലെങ്കിൽ അവിടുത്തെ വലിയ വലിയ പ്രതിഷ്ഠകളും നമ്മുടെ ജി വെട്ടിമാറ്റി അല്ലെങ്കിൽ പൊട്ടിച്ചു മാറ്റി നിരത്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഔറംഗസീബ് ഒന്നുമില്ലടോ. മോഡേൺ ഔറംഗസീബാണ് നമ്മുടെ ജി കമ്പനിയിലെ ജി. അതെ. അപ്പൊ എന്താണ് കാര്യം? നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വാരണസിയിലെ മണികർണിക ഘാട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നത്. ആ സ്ഥലത്തെ ആ മണികർണിക ഘാട്ട് നമ്മൾ പൊളിച്ചെറിഞ്ഞു. വെറുതെ അങ്ങോട്ട് പൊളിച്ചെറിയുക. അവിടുത്തെ എന്താ പറയാ പ്രതിഷ്ഠയും ശിവന്റെ ലിംഗത്തിന്റെ മേലെ കൂടെ ആൾക്കാർ നടന്ന് പൊളിച്ചോണ്ടിരിക്കുക. ആ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചിരി വന്നത് കണ്ടപ്പെട്ടോ. ഈ സനാതനത്തിന്റെ അട്ടിപ്പേറാവകാശം എന്റെ തലയിലാണ് എന്നും പറഞ്ഞ് നടക്കണ നമ്മുടെ താടിജിയാണ് ഈ പരിപാടികൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. അല്ലെങ്കിൽ താടിജിയുടെ അണ്ടറിലെ അല്ലെങ്കിൽ അണ്ടർവെയർ താങ്ങി നടക്കണ യോഗിജി. ഈ പറഞ്ഞ ജി കമ്പനിയാണ്, ഈ പറഞ്ഞ ജി കൂട്ടങ്ങളാണ് പൈസ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് രാജ്യം വെട്ടിമുറിക്കുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ പൗരാണിക പൈതൃകം അല്ലെങ്കിൽ എന്താ അതിന് പറയാം, നമ്മുടെ അത്രയും ഹെറിറ്റേജ് പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട പല അമ്പലങ്ങളും ഇങ്ങനെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പല പ്രതിഷ്ഠകളുണ്ട്. അഹല്യാദേവിയുടെ പ്രതിഷ്ഠകളുണ്ട്, നമ്മുടെ എന്താ പറയുക ശിവലിംഗങ്ങളുണ്ട്, പലതും ഉണ്ട്. ഇതൊക്കെ വാരണസി കോറിഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊളിച്ചു കളയുക ചെയ്യുന്നത്. കുറേ പേര്, കുറേ പാവപ്പെട്ട സന്യാസിമാർ, കുറേ പാവപ്പെട്ട സാധുക്കൾ അതിനെതിരെ സംസാരിക്കുന്നു, അവിടെ വന്ന് കരയുന്നു. കാരണം ഇത്രയും കാലം പ്രാർത്ഥിച്ച് ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്ന പല പ്രതിഷ്ഠകളുമാണ് ജി വന്നിട്ട് ഒറ്റയടിക്ക് പൊളിച്ചു കളഞ്ഞാണല്ലോ. എന്നിട്ട് ജി എന്താണ് മറ്റുള്ള സ്ഥലത്ത് പോയി പറയുന്നത്? ജി ആണ് ബയോളജിക്കൽ ദൈവം, ഗംഗാദേവി വിട്ട്, ശിവൻ നേരിട്ട് വിട്ട്, ബ്രഹ്മാവ് നേരിട്ട് വിട്ട് ഭൂമിയിലോട്ട് അയച്ചിട്ട് ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തിട്ടുള്ള സനാതനികളുടെ അട്ടിപ്പേർ തലയിൽ വെച്ചിട്ടുള്ള ജി ആണ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഔറംഗസീബ് പൊളിച്ചതിനേക്കാൾ കൂടുതൽ ഏകദേശം 2400ഓളം അമ്പലങ്ങളും അത് പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തോ ചെയ്തിട്ടുള്ള ആ ഒരു വലിയ ഒരു ഗിന്നസ് റെക്കോർഡ് ജിയുടെ തലയിലോട്ട് വെച്ചു കൊടുക്കണം. ജി ഇവിടെ പോലും തൊപ്പിയിട്ടല്ല നടക്കാറ്. അതിൽ ഇത്രയും വലിയൊരു സംഭവം കൂടെ അങ്ങ് വെച്ചു കൊടുക്കുക. എന്നിട്ട് മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് ആൾക്കാരെ തമ്മിലടുപ്പിക്കാനുള്ള പ്രസംഗം അവിടെ വിട്ടു. ആണല്ലോ നമ്മുടെ ജി ചെയ്യുന്നത്.
ഇനി ഇതിനെതിരെ സംസാരിച്ച കുറെ പേരുണ്ട്. ഇതിനെതിരെ സംസാരിച്ച ആൾക്കാരൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലാരും പ്രധാനപ്പെട്ട ആളാരാണ്? ഇതോ ഇങ്ങേരാണ്. അതായത് അഭിമുക്തേശ്വര ശങ്കരാചാര്യ ആണ്. പുള്ളി കഴിഞ്ഞ ദിവസം ഒരു സ്നാനത്തിന് പോയതായിരുന്നു ഈ പറഞ്ഞ സ്ഥലത്തോട്ട് സ്നാനത്തിന് പോയപ്പം ഇന്നലെ പുള്ളിനെയും പുള്ളി അടക്കമുള്ള സകല സന്യാസിമാരെയും നമ്മുടെ ഊപ്പിയിലെ അല്ലെ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഊപ്പി സർക്കാരിന്റെ ഊപ്പി പോലീസ് അടിച്ചോടിക്കുക ചെയ്തിട്ടുള്ളത്. പുള്ളി അങ്ങോട്ട് പോയത് അവിടുത്തെ ഒരു സ്നാനത്തിന് വേണ്ടി പോയതാണ്. എല്ലാ വർഷവും നോർമലി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂപിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്നാനത്തിനൊരു പേരുണ്ട്, പറഞ്ഞുതരാം. മൗനി അമാവാസി ദിനത്തിൽ സ്ഥാനത്തിനായിട്ട് എത്തിയിട്ടുള്ള ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരെ അടക്കം ക്രൂരമായിട്ട് മർദ്ദിച്ച വീഡിയോസാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. അതായത് സന്യാസി കുടുംബത്തെയും ശിഷ്യന്മാരെയും മുടി പിടിച്ച് വലിച്ച് നിലത്തിട്ട് മർദ്ദിക്കുന്ന വീഡിയോ വരെ ഇന്നുമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ശങ്കരാചാര്യനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശങ്കരാചാര്യായിരുന്നു മോദിജി പൊളിച്ച് തീർക്കുന്ന അമ്പലങ്ങളുടെ കണക്ക്. എന്തുകൊണ്ട് മോദിജി ഈ പറഞ്ഞ ജി കമ്പനി ഈ പറഞ്ഞ പരിപാടികൾ ചെയ്യുന്നു? എന്തിനാണ് അമ്പലങ്ങൾ പൊളിച്ച് നിങ്ങൾ അവിടെ വലിയ വലിയ കോർപ്പറേറ്റുകളെ കുത്തിരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ മോദിജിക്ക് സ്തുതി പാടി നടക്കുന്ന, മോദിജി എന്ത് ചെയ്തു കഴിഞ്ഞാലും ജയ് ദൈവം വിളിച്ച് നടക്കുന്ന സന്യാസിമാരാണെങ്കിൽ അവർക്ക് എല്ലാ പരിരക്ഷയും കൊടുക്കും. അതിനെതിരെ കുറച്ചൊന്ന് തിരിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ പരിപാടി തീരും. कॉरिडोर बन गया ये 5 बार आप बोल चुके हमसे, लेकिन 150 मंदिर जिनका पुराणों में वर्णन था वो कहता है कि कॉरिडोर बन गया, मंदिर टूट गए, उसको क्यों नहीं? ശങ്കരാചാര്യ BJP സർക്കാരിന്റെ എതിരെ അനുകൂലമായിട്ടല്ലാണ്ട് എതിരെ പല സമയത്തും സംസാരിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അത് മാത്രമല്ല, ശങ്കരാചാര്യ തന്റെ 40 വർഷത്തെ പാരമ്പര്യത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ പുള്ളിക്ക് ഉണ്ടായത് എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് ഇന്നലെ. പിന്നെ പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് ഇത്തരത്തിലുള്ള ഒരു സന്യാസി സമൂഹത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് പോലും വാ തുറന്ന് അതിനെതിർക്കാൻ ഒരു സന്യാസിമാർ പോലും സമ്മതിച്ചില്ല. അല്ലെങ്കിൽ ആരും മുന്നോട്ട് വന്നില്ല. പലരെയും വിളിച്ച സമയത്ത് ഫോണ് സ്വിച്ച് ഓഫ് വരെ ചെയ്തു വെച്ചു എന്നാണ് പുള്ളി ഇന്നലെ പച്ചക്ക് പറഞ്ഞത്. പുള്ളി കഴിഞ്ഞ ദിവസം രാത്രി അവിടെ എന്താ പറയുക ഒരു സത്യാഗ്രഹം പോലെ കിടക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് പുള്ളിനെ സപ്പോർട്ട് ചെയ്തിപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും BJPക്ക് അല്ലെങ്കിൽ BJPനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന BJPയുടെ ആസനം താങ്ങി നടക്കുന്ന ഒരു സന്യാസിമാരും പുറത്തോട്ട് വന്നിട്ടില്ല. ആർക്കും ഒന്നും പറയാനില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പം ഇതാണ് സന്യാസി സമൂഹത്തിന്, യഥാർത്ഥ സന്യാസിമാർക്ക് നമ്മുടെ ജി കമ്പനിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന തല്ലും കുത്തും വെട്ടും. ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും പറയാനില്ല. നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ എന്താ പറയാ, മോദിജി എവിടെയെങ്കിലും അവിടെ പൊളിക്കണ്ട്, വാരാണസി പൊളിച്ച് തീർക്കുന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാൻ പാടില്ല. അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏത് വലിയ സന്യാസി ആണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തൂക്കിയെടുത്ത് എറിയും. അത്രയേ ഉള്ളൂ അവിടെ. ഇനി അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി പണ്ട് ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജി കമ്പനി എല്ലാവരും കൂടെ ഇങ്ങോട്ട് പുറത്തോട് ചാടിയിരുന്നല്ലോ. അന്ന് ഈ പറഞ്ഞ ഇതേ ശങ്കരാചാര്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഭിമുക്തേശ്വര സ്വാമികൾ തന്നെയായിരുന്നു അല്ല രാഹുൽ ഗാന്ധിനെ സപ്പോർട്ട് ചെയ്തും കൂടെ സംസാരിച്ചിരുന്നു. അന്ന് മുതൽ നോക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ പലവട്ടത്തിൽ പല കാര്യത്തിലായിട്ടും പുള്ളി ഇങ്ങനെ ഓരോന്ന് പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ നോക്കി വെച്ചു, കിട്ടിയ ചാൻസിൽ കൊടുത്തു പണി. പുള്ളിനെ അവിടെ നിന്ന് വല്ല കല്ലും എടുത്തു തരണം അല്ലെങ്കിൽ വല്ല കത്തിക്കുത്തും ചെയ്യാനത് വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുക. അറ്റ്ലീസ്റ്റ് ഈ സന്യാസിമാർക്ക് അല്ലെങ്കിൽ സനാതനം മുറുകെ പിടിച്ച് യഥാർത്ഥ സനാതനികൾക്ക് അത് ചിന്തിക്കാം. അതല്ലാണ്ട് സനാതനികളെന്നും മനസ്സിൽ വെച്ചിട്ട് പുറത്ത് സംഗീതം കാണിച്ച് നടക്കുന്ന ചാണകവാണങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് വേറെ കാര്യം. കോമഡി ആണ് ഇത്തരത്തിലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള സന്യാസിമാരെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ച് അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിച്ച് ഒരു സൈഡിൽ ഇരുത്തി നമ്മുടെ നാട്ടിലെ യഥാർത്ഥ സംഘികൾ പോകുന്നത് ഇത്തരത്തിലുള്ള നായ്ക്കളുടെ പിന്നാലെയാണ്. നിങ്ങളായിരിക്കും ഇതോ നായ്ക്കൾ എന്ന് പറഞ്ഞാലല്ല, ഞാൻ വേറെ ആരില്ല ഈ നായിൻ്റെ കാര്യം പറഞ്ഞത്. ഏതോ ഒരു ഉത്തർപ്രദേശിലെ എവിടെ ഒരു സ്ഥലത്തെ ഒരു ഹനുമാൻ ഐഡലിൻ്റെ, അതായത് ഹനുമാന്റെ പ്രതിമയുടെ ചുറ്റും ഇങ്ങനെ റൗണ്ട് തിരിക്കുന്ന ഒരു നായിനെ നമ്മൾ കാണുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മുതൽ ആ നായിൻ്റെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് പ്രാർത്ഥനയും പൂജയും അവിടെ പൈസ വെച്ചെടുക്കലും നായിൻ്റെ കാല് തൊട്ട് വർണ്ണിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്ത് യഥാർത്ഥ സന്യാസിമാരെ അടിച്ചൊതുക്കുകയും ചെയ്യും. ഇങ്ങനത്തെ നായ്ക്കളെ കയറ്റി കിടത്തി അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നായ്ക്കളാണ് മനുഷ്യന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. യഥാർത്ഥത്തിൽ ഈ നായ് ചുറ്റിക്കൊണ്ടിരുന്ന എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഇന്ത്യയിലെ ഈ പറഞ്ഞ പാവപ്പെട്ട സംഘി കുഞ്ഞുങ്ങൾക്ക് ഇല്ലാണ്ടായിപ്പോയി എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ നായ് ഈ റാബിസ് രോഗത്തിൻ്റെ അല്ലെങ്കിൽ റാബിസ് വൈറസിന്റെ ഒരു സയന്റിഫിക്കലി അവർ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ അതുണ്ടെങ്കിൽ അതിന് കാണിക്കുന്ന ചില പ്രത്യേകതരം സിംറ്റംസ് ആണ് ഇങ്ങനെ റൗണ്ട് ചെയ്യലും ഒരു മണിക്കൂറുകളോളം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇതിനെങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതിനെന്നല്ല, അതൊരു സയന്റിഫിക്കലി ഉള്ള ഒരു കാര്യമാണ്. അത് ഈ നായി ഇവിടെ വന്ന് ചെയ്തതോടുകൂടി ആ നായിനെ ദൈവമാക്കിയിട്ടുള്ള മനുഷ്യരാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇവരെ പറ്റിക്കാൻ മോദിക്ക് വളരെ ഈസിയാണ്. അതല്ലെങ്കിൽ ഇവരെ പറ്റിച്ച് വോട്ടെടുക്കുക എന്നുള്ളതാണ് ഇത്രയും കാലം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നമ്മുടെ ചെയ്തിട്ടുള്ളത്. കൂട്ടത്തിൽ ഇച്ചിരി വോട്ട് കട്ട് ചെയ്യലും വോട്ട് കുത്തിക്കയറ്റലൊക്കെ ആയിട്ടുള്ള മറ്റ് എല്ലാവിധ കച്ചവട പരിപാടികളും നമ്മുടെ കമ്പനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ
ഏറ്റവും കൂടുതൽ അമ്പലം പൊളിച്ചത് ഔറംഗസീബാന്ന് നീ പറയരുത് കേട്ടോ. സംഘികളെ മിത്രങ്ങളെ നോട്ട് ചെയ്ത് വെച്ചോ. ഇനി ഏറ്റവും കൂടുതൽ നാട്ടിലെ ഇന്ത്യയിൽ അമ്പലം പൊളിച്ചിട്ടുള്ള കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജി ആന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ജി കമ്പനിയാന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ജി ഭരിച്ചിരുന്ന ഈ കഴിഞ്ഞ 11 വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ അമ്പലങ്ങൾ പൊളിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് ചോദ്യം ചെയ്യാൻ വന്ന സ്വാമിമാർ, ഇനിയിപ്പോൾ ഏത് വലിയ കൊമ്പത്തെ സ്വാമിയാണെങ്കിലും അവൻ അടിച്ചിരിക്കും. ഇനി ഇതൊക്കെ ചെയ്യുന്നത് കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ രാജ്യത്തെ ഓരോ ഇഞ്ച് സ്ഥലങ്ങളും എഴുതി കൊടുത്ത് BJPയുടെ അക്കൗണ്ടിലോട്ട് പൈസ കയറ്റി ആ പൈസ വെച്ചിട്ട് ജനങ്ങളെ പറ്റിച്ച് MP-മാരെയും MLA-മാരെയും വിലക്ക് വാങ്ങി നാടിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ട് ഭരിക്കണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചിന്തയിലോട്ട് ഇവന്മാരെ വോട്ട് കയറ്റി വിടുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള നായ്ക്കളെ, അല്ലെങ്കിൽ ദൈവമായി കാണുന്ന, അല്ലെങ്കിൽ നായിന്റെ മുമ്പിൽ പൈസ ഇട്ട് കൊടുത്ത് പൂജിച്ചുകൊണ്ട് നടക്കുന്ന കുറെ വാണങ്ങളുമാണെന്നുള്ളത് ചിന്തിച്ചാൽ മതി. വലിയ എന്താ പറയുക, പുകഞ്ഞ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ.